അബുദാബിയിലെ ഫെയർമൗണ്ട് ഹോട്ടലിൽ നടന്ന സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡ് യോഗം പദ്ധതിയുടെ നടത്തിപ്പ് വിലയിരുത്തി. പദ്ധതിക്ക് യാതൊരു തരത്തിലുള്ള കാലതാമസവും ഇനി അനുവദിക്കാൻ പറ്റില്ലെന്ന് യോഗത്തിൽ വ്യക്തമാക്കിയതായി മാർക്കറ്റിംഗ് ചെയർമാനും വ്യവസായ ഐ.ടി. മന്ത്രിയുമായ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബന്ധപ്പെട്ട എല്ലാവർക്കും നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. അതിന് കേരള ഗവൺമെൻറ് ഭാഗത്ത് എന്താ ചെയ്യാനുള്ളത് ചെയ്ത വലിയ അധികം കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. റോഡ് ഇതൊക്കെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞങ്ങളത് വേഗം ചെയ്തു കൊടുക്കും. പക്ഷേ ഒരു മിനിറ്റ് കളയാതെ ഇനോഗ്രേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് എവരിഡേ ബേസിസിൽ ഫോളോ ചെയ്ത് അതിൻ്റെ പണി തീർക്കും. പദ്ധതി പൂർത്തീകരണത്തിന് സാമ്പത്തിക ലഭ്യത ഒരു പ്രശ്നമാകില്ലെന്ന് അബ്ദുൽ ലത്തീഫ് അൽമുല്ലയും പ്രതികരിച്ചു. മാർച്ച് ടൈം ഫ്രെയിം we will have the building is completed by the 25th exactly, to be sure. The inauguration will happen on the 25th of March 2015. So the inauguration will happen. This is a final decision. There is no more revision to this one. യുവജനങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് ഡയറക്ടർ ബോർഡ് അംഗം M.A. യൂസഫ് അലി പറഞ്ഞു. സ്മാർട്ട് സിറ്റിയുടെ മുമ്പാകെ വന്ന വിവിധ പദ്ധതികളെപ്പറ്റിയും നിക്ഷേപകരുടെ വിശ്വാസ്യതയെപ്പറ്റിയും വിലയിരുത്താൻ 3-അംഗ കമ്മിറ്റിയെ ഡയറക്ടർ ബോർഡ് ചുമതലപ്പെടുത്തി. IT സെക്രട്ടറി P.H. കുര്യൻ, ടീകോം പ്രതിനിധികളായ സജീവ് കോസ്ല, അനിരുദ്ധ് ധംകെ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. സ്മാർട്ട് സിറ്റി MD ബാജു ജോർജ്, സ്മാർട്ട് സിറ്റി CEO ജിജോ ജോസഫ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബൈ.